ഒരു ഞായറാഴ്ചയും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ സഭയായി ഒത്തൊരുമിച്ച് നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത് നമ്മെ വഹിച്ച വഴി നടത്തിയ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തിയ പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ യാഗമായി അർപ്പിക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ദൈവം നമുക്ക് തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച മുഴുവനും സ്വർഗത്തിലെ ദൈവമാണ് എന്നെ നടത്തി എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ ദേശത്തെയും പരിപാലിച്ചത്. ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ യേശുവാണെന്ന് ദൈവസന്നിധിയിൽ സാക്ഷീകരിക്കാൻ ആഗ്രഹമുള്ളവർ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ, നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറയാം. താങ്ക് യു ലോർഡ് പറയാം. താങ്ക് യു ജീസസ്. ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ തിരഞ്ഞെടുത്ത പാഠം മാർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. മാർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 45 മുതൽ 56 വരെ, അല്ലെങ്കിൽ തുടർന്ന് ചില പാഠങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബെത്സേദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിൽ താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് യേശു കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്ന് പോകുവാൻ ഭാവിച്ചു. യേശു കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ച് എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ യേശു അവരോട് സംസാരിച്ചത്, ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ യേശു അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റ് അമർന്ന് അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ട് അവരുടെ ഹൃദയം കടുത്ത് ഇരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അവർ അക്കരെ എത്തി ഗന്നസരേത്ത് ദേശത്ത് അണഞ്ഞു. അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. അവരുടെ ഹൃദയം ഇരുന്നിട്ടും അവർ അവിശ്വസിച്ചിരുന്നിട്ടും യേശു അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ശിഷ്യന്മാർക്ക് യേശുവിനെ ഗ്രഹിക്കാൻ കഴിയാതെ ഇരുന്നിട്ടും യേശു ക്രിസ്തു അവരുടെ അവസ്ഥയെ അറിഞ്ഞ് അവരെ സഹായിച്ചു. ഒരു മനോഹരമായ പാഠമാണ് ദൈവസന്നിധിയിൽ നാം ധ്യാനിക്കാൻ പോകുന്നത്. ആ പാഠത്തിൻ്റെ ഏകദേശം അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഹൃദയം കടുത്ത് ഇരുന്നതുകൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. കഠിന ഹൃദയം, their heart became rebellious. കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്, പുറജാതിക്കാരല്ല, അന്യനല്ല, പരദേശിയല്ല, അവിടെ കൂടി വന്ന ജനമല്ല. ദൈവം തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയം കഠിനമായി. അവരുടെ ഹൃദയം അവിശ്വാസം കൊണ്ട് നിറഞ്ഞു, സംശയം കൊണ്ട് നിറഞ്ഞു. They couldn't believe Jesus Christ is the Son of God. He is the Savior. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളോടൊപ്പം അവർക്ക് സഹകരിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഹൃദയം മടുത്തുപോയി. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരയ്ക്ക് ബെത്സേദ നേരെ മുന്നോടുവാൻ കർത്താവ് എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ജനങ്ങളെല്ലാം പറഞ്ഞു വിടുന്നതിന് മുമ്പ് യേശു കർത്താവ് ആദ്യം ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്. ഏത് സാഹചര്യത്തെ പറഞ്ഞു വിടുന്നത്? നമ്മുടെ ദൈവം ഒരു മനോഹരമായ അത്ഭുതം ചെയ്തു. ഏകദേശം 5000 പുരുഷന്മാരും അവരുടെ കുടുംബം അംഗങ്ങളും മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. അവർ ദൈവവചനം കേൾക്കാൻ വന്നിരുന്നു. വചനം ഇപ്രകാരം പറയുന്നു, അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നെന്നാണ് തിരുവചനം പറയുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ പാഠമാണ്. ധ്യാനിച്ച് വന്നാൽ ഈ പാഠം നമുക്ക് ശരിക്കും ഒന്ന് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ.
ജീവിതത്തിൽ എപ്പോഴും സ്വർഗത്തിലെ ദൈവം വിജയവും നന്മയും അനുഗ്രഹങ്ങളും തരുമ്പോൾ പലപ്പോഴും നാം സംതൃപ്തരായി ഇരിക്കുമ്പോൾ കർത്താവ് പറയണ ദാറ്റ് ഈസ് നോട്ട് എനഫ്. നിന്നെ ഞാൻ രക്ഷിച്ചതും സഹായിച്ചതും 5000 പേരെ പോഷിപ്പിച്ചതും നല്ലതാണ്. അതിൽ തൃപ്തിപ്പെട്ടിരിക്കാനല്ല. ജനങ്ങൾ പോകുന്നതിന് മുമ്പ് ദൈവം കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? 12 ശിഷ്യന്മാരെയും പടവിൽ കയറി വേഗം ബെത്സയിദയിലേക്ക് പോകാൻ പറഞ്ഞു. ശിഷ്യന്മാർ വിചാരിച്ചു എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷ, ഇതുവരെ എങ്ങും കാണാത്തതാണ്. വേറെ 5 അപ്പവും 2 മീനും എടുത്ത് കർത്താവ് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തു അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഉടനെ അത് ഒന്നും വർദ്ധിച്ചില്ല. അതെപ്പോൾ ദേ സ്റ്റാർട്ടഡ് ബ്രേക്കിംഗ്, എപ്പോൾ അതിനെ നുറുക്കാൻ തുടങ്ങിയോ, നുറുക്കുമ്പോഴും വീണ്ടും നുറുക്കാനുള്ള പാകം അവിടെ ദൈവം സൃഷ്ടിക്കാൻ സാധിച്ചു. നുറുക്കുന്നോരം ആ പീസ് വലുതാവാൻ തുടങ്ങി. അൺലെസ് യു സ്റ്റാർട്ട്, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നീ ചെയ്യാതെ ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എപ്പോൾ ശിഷ്യന്മാർ അതിനെ നുറുക്കാൻ തുടങ്ങിയോ അതിനെന്ത് ചെയ്തു? അത് വർദ്ധിക്കാൻ തുടങ്ങി. 5000 പുരുഷന്മാരും ഏകദേശം 10-15,000 പേര് ഉണ്ടായിരുന്നിരിക്കാം, അതോ 20,000 പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പുരുഷാരം മാത്രം 5000 പേരുണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തരായി 12 കൊട്ട ബാക്കി വന്നു. എന്ത് സന്തോഷമുണ്ടായിരിക്കണം! 12 ശിഷ്യന്മാർക്കും 12 കൊട്ട നിറച്ച് മീനും അപ്പം മീനും കിട്ടി. ഓരോരുത്തരും ഓരോ കൊട്ട നിറച്ച് അപ്പവും മീനും കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, എണ്ണിക്കടാ, വേഗം വേഗം അക്കരയ്ക്ക് പോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സംതൃപ്തരായി അവിടെ ഇരിക്കുമ്പം കർത്താവ് പറയണത്, വി ഹാവ് ദ നെക്സ്റ്റ് ടാസ്ക്, അടുത്ത ദൗത്യമുണ്ട്, അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതിൽ തൃപ്തനായിരിക്കാനല്ല നിങ്ങളെ എടുത്തത്. വേഗം എഴുന്നേറ്റോ, ബെത്സയിദയ്ക്ക് പോ. എന്തായാലും നമ്മുടെ ദൈവം, ഈ പാഠം വായിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ, നമ്മുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന ദൈവമാണ്, നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ കാലുകൾ ഒരു നാളും ഇടറിപ്പോകാൻ അനുവദിക്കാത്ത ദൈവമാണ്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ഇവിടെ ശിഷ്യന്മാരെ ദൈവമാണ് തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട്, അവരവിടെ വിശ്വസിച്ചത് കൊണ്ടല്ല 5000 പേർക്ക് ദൈവം 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും ദൈവം പോഷിപ്പിച്ചത്. ദൈവത്തിൻ്റെ വിശ്വസ്തത, ആ തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വസ്തത, അത് മറക്കരുത്. ദൈവം വാക്ക് മാറാത്ത ദൈവമോ. ദൈവം നിന്നെ തിരഞ്ഞെടുത്തു എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ അവിശ്വസിക്കുന്ന സമയങ്ങളിലും നീ സംശയിക്കുന്ന സമയങ്ങളിലും നിന്റെ ഹൃദയം കഠിനമായി പോയാലും, ഹല്ലേലൂയ, വാക്ക് മാറാത്ത ദൈവം, വിശ്വസ്തനായ ദൈവം, സ്നേഹസ്വരൂപൻ, നിന്നെ വഹിപ്പാനും വഴി നടത്തുവാനും എൻ്റെ ദൈവം മതിയായവൻ എന്നുള്ളത് നീ മറന്നു പോകരുത്. ആ ഭാഗം വായിക്കുമ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ അലഞ്ഞു നടന്ന ജനമെന്ന് മനസ്സിലായപ്പോൾ, ദൈവം ആ ജനത്തെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിവ് തോന്നി. കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂടെ 12 പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർക്കാർക്കും ജനത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ യേശുക്രിസ്തുവിനെ പിൻഗമിച്ചെങ്കിലും ജനങ്ങളുടെ ഹൃദയം വ്യക്തമായി മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ ജയാളിയായി നടക്കുവാൻ ജനത്തോട് അനുകമ്പം കാണിച്ചത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം, ഹിസ് ടീച്ചിങ് വാസ് വണ്ടർഫുൾ. ജനങ്ങൾ ആ സമയത്ത് അവിടെ വന്നത് അപ്പം തിന്നാനല്ല. ജനങ്ങൾ കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. വന്ന ജനങ്ങൾ വിശന്നിരിക്കുന്നു എന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും ജനങ്ങളുടെ ദാഹം, വി വാണ്ട് ടു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹത്തോടും ആകാംക്ഷയോടും അവിടെ കൂടി വന്നിരുന്നു.
അങ്ങനെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സംസാരിച്ച ഓരോ വാക്കുകളും അവിടെ ജനങ്ങളുടെ ഇടയിൽ വലിയ ചലനമുണ്ടാക്കാൻ തുടങ്ങി. വലിയൊരു ചലനമുണ്ടാക്കാൻ തുടങ്ങി. വളരെ ദാഹത്തോട് ഇരുന്ന് ജനത്തിൻ്റെ മീതെ ദൈവം പകർന്ന വചനം എല്ലാം സ്വർഗത്തെക്കുറിച്ചും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും പറഞ്ഞിരുന്നപ്പോൾ ഓരോ വ്യക്തികളും വളരെ ആഗ്രഹത്തോടെ കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് ശുശ്രൂഷകന്മാർ വേദിയിൽ ശുശ്രൂഷിക്കുന്നത് പോലെയല്ല. ഇന്ന് ഭൗതിക നന്മകളെക്കുറിച്ചും നിന്റെ ഉയർച്ചയെക്കുറിച്ചും നിന്റെ വിദേശ യാത്രയെക്കുറിച്ചും നിന്റെ വിസയെക്കുറിച്ചും പ്രവചിക്കുമ്പോൾ യേശു ക്രിസ്തു ഇതിനേക്കാളും വളരെ ഉന്നതമേറിയ ഒരു നന്മകളെക്കുറിച്ചും നിത്യ നന്മകളെക്കുറിച്ചും നിത്യ ജീവനെക്കുറിച്ചും നശിച്ചു പോകാത്ത ഒരു ജീവിതത്തെക്കുറിച്ചും യേശു ക്രിസ്തു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതുവരെ ആരും പറയാത്ത സന്ദേശമാണ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞത്. അങ്ങനെ ജനങ്ങളെല്ലാം വളരെ വിശന്നിരുന്നപ്പോൾ യേശു തിരിഞ്ഞെടുത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, എടാ മക്കളെ, ഈ ജനങ്ങളൊക്കെ വിശന്നിരിക്കുന്നു, അവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിപ്പാൻ ആഹാരം കൊടുക്കും. ഒരുത്തൻ പറഞ്ഞു, കർത്താവേ, കടയിൽ പോയി സാധനം വാങ്ങിക്കണേ ഒത്തിരി ദൂരെ, പോയിട്ട് വരുമ്പോൾ സന്ധ്യയായി പോവും. യേശു വീണ്ടും പറഞ്ഞ് വന്നിരിക്കുന്ന ജനത്തിന് ഭക്ഷിപ്പാൻ ആഹാരം കൊടുക്കും. ഉടനെ ഒരുത്തൻ പറഞ്ഞു, കർത്താവേ, ഒരു വർഷം മുഴുവൻ അധ്വാനിച്ചാൽ പോലും ഇവർക്ക് ഭക്ഷണം വാങ്ങിക്കാനുള്ള പണം നമ്മുടെ കയ്യിലില്ല. വീണ്ടും കർത്താവ് പറഞ്ഞു, മക്കളെ, ഇവിടെ വന്നിരിക്കുന്നവർ വിശന്നിരിക്കുക, അവർക്ക് കഴിക്കാൻ ആഹാരം കൊടുക്കും. കർത്താവ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് കടകളൊന്നുമില്ല, നത്തിങ് ഈസ് ദെയർ. ശ്രദ്ധിക്കണം, യേശു നിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ദൈവം അതിൻ്റെ പുറകിലൊരു പ്രൊവിഷൻ വയ്ക്കാതെ ഒരിക്കലും നിന്നോട് ചെയ്യാൻ കൽപ്പിക്കത്തില്ല. നിനക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നും ദൈവം നിന്നോട് ചെയ്യാൻ ഒരു നാളും കൽപ്പിക്കത്തില്ല. ദൈവം നിന്നോട് ചെയ്യണമെന്നൊരു കാര്യം കൽപ്പിച്ചാൽ അതിൻ്റെ പുറകിൽ ദൈവം നിനക്ക് വേണ്ടി പ്രൊവിഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കും, നിശ്ചയം. പക്ഷെ 12 ശിഷ്യന്മാർക്കും എന്നോട് പറയുന്നത് ദൈവപുത്രനാണ്, നമ്മുടെ രക്ഷകനാണ്, ലോകത്തിൻ്റെ രക്ഷകനാണ്, അവനാണ് നമ്മുടെ ജീവൻ, അവൻ്റെ വാക്കിൽ ജീവനുണ്ട് എന്ന് വിശ്വസിച്ച് കർത്താവോട് ചോദിച്ചാൽ മതി. കർത്താവെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് കർത്താവ് പറഞ്ഞേനെ, ഇന്ന വ്യക്തികളുടെ കയ്യിൽ, ഇന്ന വ്യക്തിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, കൊണ്ടുവാ, ഞാൻ അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരും. പക്ഷെ കർത്താവ് ഇവരോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് തപ്പിക്കോ, ജനങ്ങളുടെ ഇടയിൽ ആരുടെയെങ്കിലും അല്പമെങ്കിലും ഭക്ഷണം ആഹാരം ഉണ്ടാകും, അതെടുത്തോണ്ട് വാന്ന് പറഞ്ഞു. ഒരു ജനത്തിൻ്റെ ഇടയിൽ ശബ്ദത്തോട് പറയണം, 5000 പേർ പുരുഷന്മാർ തന്നെ ഉണ്ട്, ആരുടെ കയ്യിലും കഴിക്കാൻ അപ്പം മീനുണ്ടോ, 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 അപ്പം ഉണ്ടോ? ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന്. ഇങ്ങോട്ട് താ, എടുത്ത് യേശുവിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. യേശു ക്രിസ്തു, ശ്രദ്ധിക്കണം, പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്താണെന്നറിയാമോ? നമ്മുടെ ഇല്ലായ്മയെ ഓർത്ത് വിഷമിക്കുന്നത് കൊണ്ടാണ്. വി ആർ ട്രൈങ് ടു അപ്ഗ്രേഡ് അവർ സാലറി, വി ആർ ട്രൈങ് ടു അപ്ഗ്രേഡ് അവർ ഇൻകം, വി ആർ ട്രൈങ് ടു അപ്ഗ്രേഡ് അവർ സ്റ്റാറ്റസ്. എല്ലാം നമ്മൾ വർദ്ധിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഉള്ളവരെ നോക്കി നമ്മുടെ ഇല്ലായ്മയെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ധനവാന്മാരാണ്. എൻ്റെ കൂടെ ഒരു ദിവസം നിങ്ങൾ ആദിവാസി കുടിയിൽ വരണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ധനവാന്മാരാണോ നിങ്ങൾ ദാരിദ്ര്യന്മാരാണോ. പലപ്പോഴും നമ്മൾ പ്രയാസപ്പെടുന്നത്, നമ്മൾ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ഇല്ലായ്മയെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ലാക്കിങ് ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കുറവ്? അവൻ ഇതുകൊണ്ടല്ലോ, എനിക്കിതില്ലല്ലോ, അവൻ അങ്ങനെ പോയല്ലോ, എനിക്ക് അങ്ങനെ പോകാൻ സാധിച്ചില്ലല്ലോ, അവൻ അങ്ങനെ പണിതല്ലോ, എനിക്ക് അങ്ങനെ പണിയാൻ സാധിച്ചില്ലല്ലോ. വി ആർ ട്രൈങ് ടു ലുക്കിംഗ് അറ്റ് ദ വേൾഡ്. നമ്മൾ ലോകത്തെ നോക്കുമ്പോഴാണ് നമ്മൾ ചെറുതായി പോകുന്നത്. യേശു ക്രിസ്തു 5 അപ്പത്തെയും കയ്യിലെടുത്തിട്ട് ജനത്തെ എല്ലാം നോക്കിയത്. കുഞ്ഞുങ്ങളെ ഒന്ന്
എണ്ണീട്ട് വാ, എത്ര ജനമുണ്ടെന്ന് എണ്ണാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ല. He never looked at the crowd, but he looked at the heaven. സ്വർഗത്തിലെ ദൈവത്തെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, താങ്ക് യു ഫോർ ദിസ് ലിറ്റിൽ ഫുഡ്. അത്രേ ഉള്ളൂ, നന്ദി പറഞ്ഞത്. ഒരു നേരം ഒരു വ്യക്തിക്ക് മാത്രം കഴിക്കാനുള്ള ആഹാരത്തെ ദൈവം എടുത്തു വെച്ചിട്ട്, യേശു കർത്താവ് തൻ്റെ കയ്യിൽ എടുത്തു വെച്ചിട്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ അവൻ എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? നന്ദി പറഞ്ഞു. ഹി ജസ്റ്റ് താങ്ക്ഡ്. ശ്രദ്ധിക്കണം, പലപ്പോഴും നമുക്ക് ചെയ്യേണ്ട ടാസ്ക്, ചെയ്യേണ്ട ദൗത്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പം നമ്മുടെ കുറവുകളെ ഒന്ന് തിരിച്ചു നോക്കും, നമ്മുടെ ഇല്ലായ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കും. കർത്താവേ, ഇത് എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ടാസ്ക് പോലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയും. നിനക്കുള്ള കഴിവുകളെയും നിനക്കുള്ള ബുദ്ധിയെയും നീ പ്രാപിച്ച ഉള്ള ജ്ഞാനത്തെയും ദൈവസന്നിധിയിൽ ആദ്യം കൊണ്ടുവന്ന്, കർത്താവെ, എനിക്ക് അല്പമെങ്കിലും കഴിവുണ്ടല്ലോ, നന്ദിയപ്പാ. എൻ്റെ ശരീരത്തിൽ അല്പമെങ്കിലും സ്ട്രെങ്ത്, ശക്തി ഉണ്ടല്ലോ, നന്ദിയപ്പാ. കർത്താവെ, എൻ്റെ കയ്യിൽ അല്പമെങ്കിലും ധനമുണ്ടല്ലോ, പണമുണ്ടല്ലോ, നന്ദിയപ്പാ. താങ്ക് യു ലോർഡ്. നീ നന്ദി പറഞ്ഞു നോക്ക്, നന്ദി പറഞ്ഞു നോക്ക്. നീ ഉള്ളത്, നിൻ്റെ ഇല്ലായ്മയെ നോക്കി നീ വിചാരപ്പെടുന്നതിനേക്കാളും അല്പമെങ്കിലും ബാക്കി നിൻ്റെ കയ്യിലുണ്ടല്ലോ, നിൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, അല്പമെങ്കിലും ഉണ്ടല്ലോ. അതിന് ദൈവത്തിൻ്റെ തിരുമുൻപിൽ കൊണ്ടുവാ. ചിലർ പറയും, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, സ്ട്രഗ്ലിങ്. നിനക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ, ABCD പഠിക്കാൻ പറ്റിയല്ലോ, 1 2 3 4 5 പഠിക്കാൻ പറ്റിയല്ലോ. പിന്നെ നിനക്കെല്ലാം പഠിക്കാനുള്ള കൃപ ദൈവം വെച്ചിട്ടുണ്ട്. തന്ന കൃപയെ ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നീ നന്ദി പറഞ്ഞാൽ, കർത്താവ് പറയുന്നു, ഓൾ തിങ്സ് ആർ പോസിബിൾ. ഹല്ലേലൂയ. ആര് കൊണ്ടുവരുമെന്നറിയാമോ? ദൈവത്തെ ആശ്രയിക്കുന്നവർ മാത്രമേ ഉള്ളതിനെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ കൊണ്ടുവന്ന് നന്ദി പറയത്തുള്ളൂ. അതുകൊണ്ട് ഓർത്തോളം ശ്രദ്ധിക്കണം, ഇല്ലായ്മയെക്കുറിച്ച് വിചാരപ്പെടരുത്. അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് അതിനെ നന്ദി കരേറ്റുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കും. ഒന്ന് ആലോചിക്കുക, വലിയ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ മനോഹരമായ ഈ സന്ദേശം ജനങ്ങൾ കേട്ടുകൊണ്ടിരുന്നിരിക്കുമ്പം ഒരുത്തനെങ്കിലും പറഞ്ഞു കാണും, അല്ലേ, എടാ വിശക്കാൻ തുടങ്ങിയെന്ന്. ഒരുത്തൻ പറഞ്ഞു കാണണ്ട, സന്ധ്യയായി, ഇനി വീട്ടിൽ പോയാൽ ഇരുട്ടും, കടയൊക്കെ അടച്ചു പോകും, വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. വേറൊരുത്തൻ പറഞ്ഞു കാണും, എൻ്റെ വീട്ടിൽ മാവുണ്ട് പക്ഷേ എണ്ണയില്ല. വേറൊരുത്തൻ പറഞ്ഞിട്ട്, ആ വീട്ടിൽ എണ്ണ ഉണ്ട് പക്ഷേ മാവില്ല. വേറൊരുത്തൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ എണ്ണയുണ്ട് മാവുമുണ്ട് പക്ഷെ വിളക്ക് കത്തിക്കാൻ ലൈറ്റില്ല. പറഞ്ഞു കാണാം, എല്ലാം കേട്ട ദൈവം അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവരെ സംതൃപ്തിയോടെ തിരിച്ചയച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്ന്, പ്രിയജനമേ, ദൈവജനമേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനമേ, നിനക്ക് അല്പമുണ്ടെങ്കിൽ അത് മതി. അതിൽ വിശ്വസിച്ച് നന്ദി പറ. ദൈവം അതിൽ അത്ഭുതം പ്രവർത്തിപ്പാൽ എൻ്റെ ദൈവം മതിയായവൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. നിനക്ക് ഉള്ള കഴിവ് മതി എന്നാ പറയുന്നത്, ഉള്ള ടാലന്റുകൾ മതി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന്, ദൈവത്തെ ആശ്രയിക്കുന്നവൻ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവൻ നന്ദി കരേറ്റും. ജനങ്ങളെല്ലാം കഴിച്ച് തൃപ്തരായി, ക്ഷീണമൊക്കെ മാറി ബലപ്പെട്ടു. ബാക്കി 12 കൊട്ട വന്നു. ശിഷ്യന്മാർ മിണ്ടാതിരുന്നില്ല, ഒക്കെ പറക്കി. വിൽക്കാൻ വേണ്ടിയിട്ടാണോ തിന്നാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. വിറ്റാലും പൈസ കിട്ടും, തിന്നാലും വിശപ്പ് മാറും. എന്തായാലും ചാടിക്കയറി 12 ശിഷ്യന്മാർ. ഈ കൊട്ട എവിടെയെന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, ഇനി കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും 12 കൊട്ട നിറച്ച് എന്ത് കിട്ടി? എല്ലാം ഇങ്ങനെ ശേഖരിച്ച് സന്തോഷത്തോടെ ഓരോരുത്തരും അവനവൻ്റെ കൊട്ട ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവ് പറയണം, എടാ എഴുന്നേക്കടാന്ന് പറഞ്ഞു. എന്താന്ന്? എഴുന്നേക്കടാന്ന് പറഞ്ഞു. പോടാ, പടക് കയറി അക്കരയ്ക്ക് പോടാ, ബെത്സയിദയിലേക്ക് പോടാന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നന്മകൾ കിട്ടുമ്പോൾ തൃപ്തി പാപ്പിച്ചിരിക്കാറുണ്ടല്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ.
ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും നമ്മെ തേടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തൃപ്തരായി സ്തോത്രം ചെയ്തിരിക്കുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, ഇറ്റ്സ് നോട്ട് ഓവർ. ഓരോ ദിവസവും അതിനതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. എവറി ഡേ ഇറ്റ് ഈസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ചാലഞ്ചസ്. കോളേജിൽ പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചറിയാം. ഇന്ന് പഠിച്ച് മാർക്കെടുത്ത് പാസ്സായാൽ നാളെ തൊട്ട് നല്ല സുഖമായിട്ടിരിക്കാമെന്നല്ല, നാളെ വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ന് പഠിച്ച സബ്ജക്റ്റ് പോലെ ആയിരിക്കത്തില്ല നാളത്തെ സബ്ജക്റ്റ്. മാത്സ് പോലെയല്ല ഫിസിക്സ് പോലെയല്ല കെമിസ്ട്രി പോലെയല്ല ബയോളജി പോലെയല്ല സുവോളജി, ഡെൻ്റൽ മെറ്റീരിയൽസ് പോലെയല്ല ഡെൻ്റൽ അനാട്ടമി. എല്ലാത്തിനും അതിനതിനായ ചാലഞ്ചസ് ഉണ്ട്. ഏതെങ്കിലും ഒന്നിൽ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് സംതൃപ്തനായിരിക്കാനല്ല. എവറി ഡേ വി ഹാവ് ഗോട്ട് ടാസ്ക്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, കർത്താവിനറിയാം ഇവന് കിട്ടിയ ഇതിനെന്ത് ചെയ്യും? കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും, എണ്ണിക്കടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവരുടെ ഹൃദയമൊക്കെ എന്ത് ചെയ്തു? കഠിനമായി പോയി. അതിനെ വിറ്റ് കാശുണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ അതിനെ തിന്ന് തീർക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണോ? എണ്ണിക്കിടാന്ന് പറഞ്ഞു. ഓരോരുത്തരും കോട്ടയൊക്കെ എടുത്ത് തലയെ എടുത്ത് വെച്ചിട്ട് നേരെ പടകിൽ കയറി ഇങ്ങനെ ഇരുന്നു. ചിലവിനൊക്കെ താഴെ വയ്ക്കാൻ ഭയങ്കര മടിയായിരുന്നു, കാരണം അടുത്ത് എടുത്തുകൊണ്ട് പോയാലോ. കുറച്ച് കഴിഞ്ഞപ്പം പടകിൽ കാറ്റടിക്കാൻ തുടങ്ങി, തിരമാലകൾ തലയിലിരുന്നപ്പോൾ എല്ലാം താഴെയൊക്കെ എടുത്തു വെച്ചിട്ട് ഓരോരുത്തരും എന്ത് ചെയ്തു? തുഴയാൻ തുടങ്ങി, മുമ്പോട്ട് പോകുന്നില്ല. കർത്താവ് എവിടെ പോയെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ പോയി. ഹി വെന്റ് ടു ദ റൈറ്റ് പ്ലേസ്. പലപ്പോഴും നന്മകൾ നമ്മെ തേടി വരുമ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. നമ്മൾ ഭയങ്കര തിരക്കാകുക. പല നന്മകൾ നമ്മളെ തേടി വരുമ്പോൾ പ്രാർത്ഥന ജീവിതം പതുക്കെ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. പക്ഷേ യേശുക്രിസ്തു ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നിട്ടും കർത്താവിനറിയാം അടുത്ത ടാസ്ക് ഇതിനേക്കാൾ ഡിഫിക്കൽട്ട് ടാസ്ക് എന്നറിയാം. അടുത്ത ദൈവം പിതാവ് കൊടുക്കാൻ പോകുന്ന ദൗത്യം ഇതിനേക്കാളും വെല്ലുവിളികൾ ഉള്ള ദൗത്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കർത്താവ് യേശുക്രിസ്തു ഓടിച്ചെന്ന് പിതാവിൻ്റെ അടുക്കൽ എന്ത് ചെയ്തു? തന്നെ സമർപ്പിച്ച് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചപ്പോൾ നിങ്ങളെയും എന്നെയും പോലെ ഒരു സാധാരണപ്പെട്ട മനുഷ്യനായിട്ട് തന്നെയാണ് ജീവിച്ചത്. യേശുക്രിസ്തുവിന് വിശപ്പുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു, ഉറങ്ങണമായിരുന്നു, കഴിക്കണമായിരുന്നു, എല്ലാം ചെയ്യണമായിരുന്നു. പക്ഷെ ഓർത്തോളം യേശുക്രിസ്തു ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ക്രൗഡ്. അവൻ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെല്ലാം വളരെ ഡിഫറെൻ്റായിട്ടിരുന്നു. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ. ഈ ഭൂമിയിൽ നമ്മൾ കാണാറുണ്ട് ഒത്തിരി ശുശ്രൂഷകന്മാർ ഒത്തിരി രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുന്നത് നിങ്ങളും ഞാനും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും 5 അപ്പത്തെയും 2 മീനെയും എടുത്ത് അനുഗ്രഹിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അത് വർദ്ധിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് മേക്സ് എ ഗ്രേറ്റ് ഡിഫറൻസ്. അവിടെ കള്ളത്തരം കാണിക്കാൻ, ഇവിടെ കള്ളത്തരം കാണിക്കാൻ എന്താ പിണങ്ങിപ്പോൾ ഒരിടത്ത ഞായറാഴ്ച വരണം കേട്ടോ. എവിടെയെങ്കിലും ചത്തുപോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് മൂക്കിക്കൂടെയും ചെവിക്കൂടെയും പുഴു വന്ന ഏതെങ്കിലും ശവശരീരത്തെ ആരെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. യേശു മാത്രമേ ഉള്ളൂ. ഹലോ പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. പുഴുത്തു പോയാലും പുഴുവിനെ മാറ്റി, നാറ്റം പിടിച്ചാലും നാറ്റത്തെ മാറ്റി, അതേ ശരീരത്തിന് ജീവൻ കൊടുത്ത് ജനങ്ങളുടെ ഇടയിൽ മാനിക്കാൻ തക്കവണ്ണമുള്ള ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ നാമം യേശുവത്രേ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും കർത്താവ് യേശുക്രിസ്തു നിന്നെ സഹായിക്കും. ആർക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്നെ മനസ്സിലാക്കാനുള്ള ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം നിന്നെ സഹായിക്കും. ആരും നിനക്ക് വേണ്ടി വഴി ഒരുക്കിയില്ലെങ്കിലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വഴി ഒരുക്കും. ആരും മറന്നാലും എൻ്റെ ദൈവം നിന്നെ ഒരു നാളും മറക്കത്തില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഓർത്തോളം, നിന്നെ രക്ഷിപ്പാൻ പിതാവ് അയച്ചത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ.
അതുകൊണ്ട് നിന്റെ രക്ഷയ്ക്കായി ഇനി മറ്റൊരുത്തനെ കാത്തു നിൽക്കണ്ട, മറ്റൊരു ശുശ്രൂഷകനെ നീ കാത്തു നിൽക്കണ്ട. നിന്നെ രക്ഷിപ്പാൻ പിതാവ് തീർമാനിച്ചത് പുത്രനായിരുന്നു. ഇന്നും ആ പുത്രനായ യേശു കർത്താവ് നിന്നെ സ്നേഹിപ്പാനും നിന്നെ സഹായിപ്പാനും നിന്നെ സൗഖ്യപ്പെടുത്തുവാനും നിന്നെ പേടുവാനും നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ യേശു കർത്താവ് ജനങ്ങളെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് കർത്താവ് ശിഷ്യന്മാരെ ബെത്സേദയിലേക്ക് പോകാൻ പറഞ്ഞു. വലിയ കഠിനമായി പോയി കേട്ടോ, വളരെ വിഷമമായി പോയി. അവർ വിചാരിച്ചു അവിടെയൊക്കെ ഇരുന്ന് കയ്യക്കാര് അടിച്ച് പാട്ടൊക്കെ പാടി കർത്താവിനെ ഒന്ന് ഉയർത്തിയിട്ട് പൊക്കിയിട്ട് അറിയത്തില്ലേ, ചിലരൊക്കെ സ്റ്റേജിൽ വേറെ ആൾക്കാരെ വെച്ചൊന്ന് പൊക്കി പറയത്തില്ലേ, അങ്ങനെ പൊക്കിയൊക്കെ പറഞ്ഞിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. ഒരു പരിപാടി നടന്നില്ല. കർത്താവിനറിയാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നില്ലെങ്കിൽ ഏൽപ്പിക്കുന്ന അടുത്ത ദൗത്യം ഫെയിലിയറായി പോകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നേടിയാലും നാളെ നേടാൻ കഴിയാത്തത് ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ആര് പ്രാർത്ഥിക്കുന്നറിയാമോ? ദൈവത്തെ ആശ്രയിക്കുന്നവൻ മാത്രമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കത്തുള്ളൂ. ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നറിയാമോ? ദൈവസന്നിധിയിൽ ദൈവം തന്ന ആ ബന്ധത്തെ നിലനിർത്തി അതിനെ പുലർത്തി അതിനെ ആരോഗ്യത്തോട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ. ആര് പ്രാർത്ഥിക്കുന്നറിയാമോ? ജീവിതത്തിലൊരു ഗൈഡൻസ് വേണം, എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ആര് പ്രാർത്ഥിക്കുന്നറിയാമോ? ബലം പ്രാപിക്കണം, ദൈവത്തിൻ്റെ ബലം പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ആര് പ്രാർത്ഥിക്കുന്നറിയാമോ? 12 ശിഷ്യന്മാരുടെ അവസ്ഥ യേശു ക്രിസ്തുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഹി വെന്റ് ടു ഇന്റർസീഡ് ഫോർ ഹിസ് ഡിസൈപ്പിൾസ്. അടുത്തവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, സ്വന്തക്കാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ when he is going to give the next task he will equip you, നിന്നെ ബലപ്പെടുത്തി നിന്നെ ഒരുക്കി അടുത്തത് ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യത്തെ ജയകരമായി നീ മുമ്പോട്ട് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആരോട് കൂടെ ഉണ്ടായിരിക്കും? പ്രാർത്ഥിക്കുന്നവനോട് കൂടെ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് വേണമെന്ന് ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ചോ? ദൈവസന്നിധിയിൽ എനിക്ക് ഗൈഡൻസ് വേണമെന്നുള്ളവർ പ്രാർത്ഥിച്ചോ? ഇന്നത്തെ സക്സസ് നാളത്തെ ഫെയിലിയർ ആകാതെ ഇരിക്കണമെങ്കിൽ നിനക്ക് എന്ത് ദൈവത്തെന്ന സക്സസ്സിൽ തൃപ്തിപ്പെടാതെ, as Jesus ran back to his father's throne, അപ്പൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു കർത്താവ് തിരിച്ചോടിയെത്തിയതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഓടണം. അടുത്ത ടാസ്ക് എന്താണെന്ന് അറിയത്തില്ല. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ മുഴുവൻ എവിടെയായിരുന്നു? പടകിൽ നടുക്കടലിലായിരുന്നു. മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. 4 യാമം ഉണ്ടായിരുന്നു. രാത്രി വൈകുന്നേരം 6 തൊട്ട് 9 മണി വരെ ഒന്നാമത്തെ യാമം, 9 തൊട്ട് 12 രണ്ടാമത്തെ യാമം, പിന്നെ മൂന്നാമത്തെ 3 മണി വരെ, പിന്നെ 3 തൊട്ട് 6 വരെ. 3 മണി രാവിലെ 3 മണിയായിട്ട് ഇവർക്ക് അക്കരയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. എല്ലാം നടുക്കളയിൽ കിടക്കുക. യേശു കർത്താവ് മലയിലിരുന്ന് കണ്ടു. ആരെ കണ്ടു? ദൈവം തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരും നടുക്കടലിൽ തിരമാലകളുടെ ഇടയിൽ അലയുന്നത് കണ്ടു. യേശു കർത്താവ് എവിടെ നിന്ന് വന്നു? മലയിലിരുന്ന് നടന്ന്, വെള്ളത്തിന്മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ഞാൻ മുന്നമേ പറഞ്ഞു, യേശു കർത്താവ് ജീവിച്ചപ്പോൾ നിങ്ങളും എന്നെയും പോലെ ഒരു സാധാരണപ്പെട്ട മനുഷ്യനായിരുന്നു. യേശു ഈ സ്ഥലത്തല്ലാതെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം കടലിൽ യാത്ര ചെയ്തിട്ടുണ്ട്, തിരമാലകൾ അടിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് നടന്നിട്ടുണ്ടോ? കടൽ തീരത്ത് ഒത്തിരി പ്രാവശ്യം കർത്താവ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവിടെ കർത്താവ് എനിക്ക് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാനുള്ള കൃപ കൊണ്ട് നടന്നിട്ടുണ്ടോ? ഇല്ല. അവിടെ നടക്കാൻ കാരണം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണം, അപ്രാർത്ഥനയായിരുന്നു. ആമേൻ.
പ്രാർത്ഥനയായിരുന്നു. പലപ്പോഴും നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ കാരണം എന്താണെന്നറിയാമോ? ബിക്കോസ് വി ആർ നോട്ട് സ്പെൻഡിങ് അവർ ടൈം ടു ഗാഡ്. നമ്മുടെ പ്രാർത്ഥന ജീവിതം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാത്തത്. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയും. യേശു ക്രിസ്തുവിന് മുമ്പ് നടന്നിട്ടില്ല, പിന്നെ നടന്നിട്ടില്ല. അന്നത്തെ ടാസ്ക് തലേദിവസത്തെ ടാസ്ക് പോലെയല്ല, അന്നത്തെ ചാലഞ്ച് തലേദിവസത്തെ ചാലഞ്ച് പോലെയല്ല. ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് നടക്കാൻ കഴിഞ്ഞത് എന്താണെന്നറിയാമോ? ബിക്കോസ് ഹി ടുക്ക് ടൈം ടു സ്പെൻഡ് ഹിസ് ടൈം വിത്ത് ഗോഡ്. അവൻ തൻ്റെ വിലയേറപ്പെട്ട സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കാൻ ദൈവം സമയം ഒരുക്കിയത് കൊണ്ട്, യേശു ക്രിസ്തു സമയം ഒരുക്കിയത് കൊണ്ട് യേശു കർത്താവിന് തിരമാലകളെയോ കൊടുങ്കാറ്റിനെയോ നോക്കാൻ സമയമില്ലായിരുന്നു. ഹി നെവർ ലുക്ക്ഡ് അറ്റ് ദാറ്റ്. ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, കർത്താവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നോ, ശിഷ്യന്മാരെ എന്ത് ചെയ്യണം? രക്ഷിക്കണമെന്ന ദൗത്യം നിവർത്തിപ്പാൻ കർത്താവ് അവരിലേക്ക് പോയി. ഓരോ അടിച്ചുവടുകളും തിരമാലകളുടെ മുകളിൽ കൂടെയായിരുന്നു വെച്ചത്. എപ്പോൾ യേശു കർത്താവ് പടകിൻ്റെ അകത്ത് കയറിയോ അപ്പോൾ ഉടനെ കടൽ ശാന്തമായി. എന്താ, കയറുന്നതിന് മുമ്പ് ശാന്തമാക്കാമായിരുന്നല്ലോ? ഇല്ല. കാരണം കർത്താവ് തിരമാലകളെ ഒന്നും കണ്ടിട്ടല്ല ഇറങ്ങിയത്. അത് കണ്ടിരുന്നെങ്കിൽ ആദ്യം ശാസിച്ചേനെ. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതാ, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശാസിക്കും, ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല. നീ ശാസിക്കേണ്ട ആവശ്യമില്ല. ആ അന്ധകാരത്തെക്കാളും ആ ബന്ധനത്തെക്കാളും ആ കൊടുങ്കാറ്റിനേക്കാളും വലിയ ശക്തിയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? അത് പ്രാർത്ഥിക്കാൻ മറക്കരുത്. ദൈവസന്നിധിയിൽ അനുദിനവും ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിങ്ങൾ ചെലവിട്ടാൽ ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും, ദൈവം നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യും, ദൈവം നിങ്ങളെ ബലപ്പെടുത്തും, ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. പലപ്പോഴും നമ്മുടെ ജീവിതം ഫെയിലിയർ ആവാൻ കാരണം, കൊടുങ്കാറ്റിൽ കുടുങ്ങിപ്പോകാൻ കാരണം അവർ ലാക്ക് ഓഫ് പ്രേയർ. യേശു കർത്താവ് പോകാൻ പറഞ്ഞ സ്ഥലം എന്താണെന്നറിയാമോ? ബെത്സേദയിലേക്ക് പോകാൻ. ബെത്സേദ എന്ന അർത്ഥം, ഹീബ്രു വാക്ക് ബെത്സേദ അർത്ഥം ഇറ്റ്സ് എ ഹൗസ് ഓഫ് ഗ്രേസ്. കർത്താവ് പറഞ്ഞു വിട്ടത് കൃപയുടെ ഭവനത്തിലേക്ക് പോകാനാണ് പറഞ്ഞു വിട്ടത്. അത് നോർത്ത് ഈസ്റ്റിലായിരിക്കുന്നത്. പക്ഷെ അവർ ലാൻഡായത് എവിടെയാണെന്നറിയാമോ? ഗനസരത്തിലായ ലാൻഡായത്. സൗത്ത് ഈസ്റ്റിലാണ് ലാൻഡായത്. പറഞ്ഞു വിട്ടത് എവിടെയായിരുന്നു? പറഞ്ഞു വിട്ടത് ആരായിരുന്നു? കർത്താവായിരുന്നു. തുടങ്ങി വെച്ചത് ആരായിരുന്നു? കർത്താവായിരുന്നു. പ്രശ്നമുണ്ടായോ? ഉണ്ടായി. കഷ്ടങ്ങളുണ്ടായോ? ഉണ്ടായി. നഷ്ടങ്ങളുണ്ടായോ? ഉണ്ടായി. തിരമാലകളുണ്ടായോ? ഉണ്ടായി. ഇല്ലായ്മ ഉണ്ടായോ? ഉണ്ടായി. എല്ലാം ഉണ്ടായി. പക്ഷെ എല്ലാത്തിൻ്റെ നടുവിലും വിളിച്ചവനുണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും നാം ലോകത്തെ കണ്ടാ ജീവിക്കുന്നത്. അവർ മാറിപ്പോകുമ്പോൾ നമുക്ക് നിരാശയാണ്. പക്ഷെ വിളിച്ചവൻ ഒരിക്കലും മാറിപ്പോകത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്ന പ്രിയ സഹോദര സഹോദരിയെ, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള വിഷയം നിങ്ങൾ മറന്നു പോകരുത്. ദൈവം അനുദിനവും നിങ്ങളുടെ ജീവിതത്തിൽ പല ടാസ്കുകൾ, പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ജോലിയോടെ ബന്ധത്തിലായിരിക്കാം, നിങ്ങളുടെ കുടുംബ ജീവിതത്തോട് ബന്ധത്തിലായിരിക്കാം, മക്കളുടെ ജീവിതത്തിൻ്റെ ബന്ധത്തിലായിരിക്കാം, കൊച്ചുമക്കളുടെ ജീവിതത്തിൽ. മേ ബി ഗാഡ് ഹസ് ഗോട്ട് ഗിവൻ എ ടാസ്ക് ടു ഡു. നീ ചിലപ്പോൾ വിചാരപ്പെട്ടിരിക്കാം, കർത്താവ് ഞാൻ എങ്ങനെ ചെയ്യും, എങ്ങനെ ഞാൻ അത് നിവർത്തിക്കും. നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ദൗത്യവും ഒരു ടാസ്കും ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. ദൈവം നിന്നെ ഏതെങ്കിലും ഒരു വിഷയം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രൊവിഷനും അതിൻ്റെ പുറകിലും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങളെ നീട്ടിപ്പിടിക്കാം സമർപ്പണത്തോടെ. നിൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന ഇല്ലായ്മയെ കണ്ട് നീ വിചാരപ്പെടുന്നതിനേക്കാളും, നിൻ്റെ വീഴ്ചയെ കണ്ട് നീ വിചാരപ്പെടുന്നതിനേക്കാളും, മറ്റുള്ളവരെ കണ്ട് നീ വിചാരപ്പെടുന്നതിനേക്കാളും ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ഹല്ലേലൂയ ഓരോ ദിവസവും നിന്നെ മനോഹരമായി വഴി നടത്തുന്ന ദൈവം നിൻ്റെ ജീവിതത്തിൽ നേരിടുന്ന സകല വെല്ലുവിളികളെയും
തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ, സകല ചാലഞ്ചസിനെയും തരണം ചെയ്ത് മുമ്പോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണമുള്ള കൃപ ദൈവം നിന്റെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ഹല്ലേലൂയ. ബെത്സേദയിലേക്ക് യാത്ര പുറപ്പെട്ടവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് ചെന്നെത്താൻ കഴിഞ്ഞില്ലെങ്കിലും, ഹല്ലേലൂയ, ദൈവം അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ള യാതൊരു കുറ്റവും ദൈവം അവരെക്കുറിച്ച് പറഞ്ഞില്ല. യേശുക്രിസ്തു അവരുടെ അടുക്കൽ വന്ന് പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബെത്സേദയിലേക്ക് പോകാനല്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായി തീർന്നു, പോകേണ്ട ദൗത്യം നഷ്ടപ്പെട്ടു, ലക്ഷ്യം നഷ്ടപ്പെട്ടു. എങ്കിലും അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടില്ല കർത്താവായ യേശുക്രിസ്തു. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നിന്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നഷ്ടപ്പെട്ടു പോകത്തില്ല എന്നാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നിന്നെ തിരഞ്ഞെടുത്ത കർത്താവ്, നിന്നെ തിരഞ്ഞെടുത്ത ദൈവം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ വിലപ്പെട്ടവനാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ വിലപ്പെട്ടവനാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിന്റെ ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയാതെ തുഴഞ്ഞ് ഇഴഞ്ഞ് അലയുന്ന അവസ്ഥയിലാണോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, നിന്റെ അവസ്ഥയെ കാണുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. നിന്റെ അവസ്ഥയെ അറിഞ്ഞ ഒരു യേശുവുണ്ട്. നീ വിചാരപ്പെടണ്ട. ഹല്ലേലൂയ. തുഴയുന്നവർ കർത്താവിനെ വിളിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ യേശു ദൂരത്തിൽ നിന്ന് കണ്ടു. ഹല്ലേലൂയ. യേശു കണ്ടത് താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ വിഷമങ്ങളെ അറിഞ്ഞ്, ഹല്ലേലൂയ, യേശു തുടങ്ങി വെച്ച യാത്രയിൽ ഇത്രയും പ്രതികൂലങ്ങൾ കടന്നു വന്ന് എന്ന് വിചാരപ്പെട്ടില്ല. അതിനപ്പുറമായിട്ട് യേശു ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ നടന്ന്, ഹല്ലേലൂയ, താൻ തിരഞ്ഞെടുത്ത് താൻ പരമേൽപ്പിച്ച് ആ ദൗത്യം നിവർത്തിപ്പാൻ യേശു അവരുടെ പക്കൽ ചെന്നു. ഇന്നത്തെ വിജയം നാളത്തെ വിജയമായി മാറിത്തീരണോ? ഇന്നത്തെ ടാസ്ക് ആയിരിക്കത്തില്ല നാളത്തെ ടാസ്ക്. ഇന്നത്തെ ചാലഞ്ച് അല്ല നാളത്തെ ചാലഞ്ച്. ഇന്നത്തെ ടെസ്റ്റ് അല്ല നാളത്തെ ടെസ്റ്റ്. ഇന്നത്തെ പരീക്ഷയല്ല നാളത്തെ പരീക്ഷ. നിനക്ക് ജയാളിയായി ജീവിക്കണോ? നീ ബെത്സേദയിലേക്ക് പുറപ്പെട്ടു പോ. നീ പുറപ്പെട്ടു പോ. Go to the house of mercy. കരുണ നിറഞ്ഞ ഭവനത്തിലേക്ക് പോ. നീ പുറപ്പെട്ടു പോ. Go to the house of grace. കൃപ നിറഞ്ഞ ഭവനത്തിലേക്ക് കടന്നു പോ. അൺമെറിറ്റഡ് ഗിഫ്റ്റ് അവിടെ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അറിയിക്കപ്പെടാത്ത ദാനം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ദ ഹൗസ് ഓഫ് ഗ്രേസിലാണ്. താങ്ക് യു ജീസസ്. പ്രാർത്ഥനയോട് തുടങ്ങിയ ഒരു ജീവിതമായിരിക്കാം. വെല്ലുവിളികളുണ്ട് നിശ്ചയം, പ്രതിസന്ധികളുണ്ട് നിശ്ചയം, കൊടുങ്കാറ്റുണ്ട് നിശ്ചയം. പക്ഷെ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കൃപയും ശക്തിയും ബലവും നിനക്ക് വേണോ? അതിൻ്റെ നടുവിൽ മുമ്പോട്ട് പോകാൻ നിനക്ക് ഗൈഡൻസ് വേണോ? Go to the presence of God and sit. Depend on God. Trust God. അവിടെ നിനക്ക് ശക്തി പ്രാപിക്കും. സകല പ്രതികൂലങ്ങളെയും ചവിട്ടി മറികടക്കാനുള്ള കൃപ ദൈവം നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് തരും. Thank you Jesus. Hallelujah, 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 hallelujah. God is in control of everything. എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവമാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നത്. നിന്റെ സകല ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ സാധിക്കും. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. നിന്നെ പുറപ്പെടുവിപ്പിച്ച ദൈവം നിന്റെ പുറകിലുണ്ട് എന്ന് നീ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ശക്തി നിന്റെ പുറകിലുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നിന്നെ പിന്തുടരുന്നു എന്നുള്ളത് നീ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ നിന്നെ പിന്തുടരുന്നു എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. വാട്ട് എവർ യു ഡു, നീ എന്ത് ചെയ്താലും, നീ എവിടെ പോയാലും, നീ ബെത്സേദ പോയാലും, നീ ഗനസരത്ത് പോയാലും, നീ എത്തേണ്ട സ്ഥലം മാറിപ്പോയാലും മാറാത്ത യേശു കർത്താവ് നിന്നോട് കൂടെ യാത്ര ചെയ്യും. ഡു നോട്ട് വറി അബൌട്ട് ടുമോറോ. നാളെക്കുറിച്ച് നീ വിചാരപ്പെടണ്ട.
ഇന്നത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ തൃപ്തിപ്പെടേണ്ട. ഇന്നത്തെ വിജയത്തെക്കുറിച്ച് നീ തൃപ്തിപ്പെട്ടവിടെ ഇരിക്കേണ്ട. എവറി ഡേ you have to get ready in the presence of God. Every day you have to go to the presence of God and you have to pray. കാരണം ദൈവത്തെ ആശ്രയിക്കുന്നവൻ, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നവൻ, ദൈവത്തിൻ്റെ സഹായം കൂടാതെ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം പ്രിപ്പയർ ചെയ്യും. അടുത്ത ടാസ്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിനെ വിജയകരമായി തീർക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിന്നെ ബലപ്പെടുത്തി ഹല്ലേലൂയ നിന്നെ പ്രിപ്പയർ ചെയ്യും. ഹല്ലേലൂയ നിന്റെ ലക്ഷ്യം നിന്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ, നിന്റെ ആഗ്രഹം നിന്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ദൈവസന്നിധിയിൽ കടന്നുപോ, ദൈവസന്നിധിയിൽ മടങ്ങി വാ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വാ, പ്രാർത്ഥന ജീവിതത്തിലേക്ക് കടന്നു വാ, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിതത്തിലേക്ക് മടങ്ങി വാ, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്ന ജീവിതത്തിലേക്ക് മടങ്ങി വാ. Seek God and he will show the way. മുട്ടിയാൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവം, അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ സഹായിക്കുന്ന ദൈവം, ചോദിച്ചാൽ നിനക്ക് നൽകുന്ന ദൈവം. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങളെ നീട്ടിപ്പിടിക്കാം. എവിടെയാണ് നമുക്ക് പരാജയം വന്നത്? നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്? പ്രാർത്ഥന ജീവിതമാണോ? ഇല്ല, നമ്മുടെ സക്സസിൽ നമ്മൾ തൃപ്തരായി നമ്മുടെ പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു പോയോ? Where is our failure? എവിടെയാണ് ഫെയിലിയർ വന്നത്? കല്യാണം കഴിയുന്നില്ല എന്ന് വിചാരപ്പെടുന്നവരുണ്ട്. ഓയ്യോ, കല്യാണം കഴിയുന്നില്ല. പ്രാർത്ഥിക്കും. കല്യാണം കഴിയുമ്പോൾ they are satisfied. പിന്നെ അവർക്ക് പ്രാർത്ഥന ജീവിതം അങ്ങ് മുടങ്ങിപ്പോകും പതിയെ. പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തെന്നുള്ളൊരു വിഷമം, ഭാരം. പിന്നെ അടുത്ത ചാലഞ്ച് വരും. പിന്നെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെ പ്രാർത്ഥന ജീവിതം വീണ്ടും താഴേക്ക് പോകും. പിന്നെ അടുത്ത ചാലഞ്ച് വരും. കുഞ്ഞുങ്ങൾക്ക് ദിവസ രോഗം. പിന്നെയും ചാലഞ്ചാണ്. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളൊരു ചാലഞ്ച്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, എല്ലാ ചാലഞ്ചും നിനക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. നിന്റെ വിഷയം, ദൈവം ആഗ്രഹിക്കുന്ന വിഷയം, നിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിഷയം, ടു ഡിപ്പെൻഡ് ഓൺ ഗോഡ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ ശൂന്യമായി പോകും. പ്രാർത്ഥന ഇല്ലെങ്കിൽ നിരാശനായി പോകും. പ്രാർത്ഥന ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ബട്ട് വെൻ യു ഡിപ്പെൻഡ് ഓൺ ഗോഡ്, തിരമാലകൾ അടിച്ചാലും വെള്ളത്തിൽ കൂടി നടക്കാനുള്ള കൃപ ദൈവം നിനക്ക് തരും. ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകാനുള്ള കൃപ നിനക്ക് തരും. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറിയാൽ പ്രതികൂലത്തിന് നടുവിൽ കൂടെ ധൈര്യത്തോടെ നടന്നു പോകാനുള്ള കൃപ ദൈവം നിനക്ക് തരും. ദൈവം നിന്നെ ബലപ്പെടുത്തും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, മടങ്ങി വാ. പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വാ. സമർപ്പണമുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വാ. യേശുവിനെ പോലെ വേഗം ചെന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്നത് പോലെ, ഹല്ലേലൂയ, 5000 പേർക്ക് ഞാനിപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അവിടെ സംതൃപ്തരായിരുന്നതിനേക്കാൾ ഉപരി അതിനെ സക്സസ് ആക്കിയ ദൈവത്തിൻ്റെ മുൻപിൽ വേഗം യേശു കർത്താവ് മടങ്ങി ചെന്നു. ടുഡേസ് സക്സസ് വിൽ നോട്ട് ബി ദ സക്സസ് ഫോർ ടുമോറോസ്. ദൈവം ആണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുത്തത്. അവരുടെ ജീവിതത്തിൽ ഹൃദയം കഠിനപ്പെട്ടപ്പോഴും വിശ്വസിച്ചപ്പോഴും, അവരുടെ അവിശ്വാസ സമയങ്ങളിലും സംശയിച്ചപ്പോഴും, ഇരുമനസ്സോടിരുന്നപ്പോഴും, എല്ലാ സാഹചര്യത്തും സ്വർഗത്തിലെ ദൈവം തൻ്റെ ശിഷ്യന്മാരോട് വിശ്വസ്തനായിരുന്നത് പോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവം പുലർത്തിയ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പല പ്രതികൂലങ്ങളും പരാജയങ്ങളും കഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ആഞ്ഞടിച്ചിട്ടും അതിൻ്റെ നടുവിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം നിനക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ നിന്റെ വിജയത്തിനായി, ഉയർച്ചയ്ക്കായി, നന്മയ്ക്കായി പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവ് സകല പ്രതികൂലങ്ങളുടെ നടുവിലും നിന്നെ രക്ഷിപ്പാൻ ഓടി വന്നതുപോലെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ പകരം നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിനക്ക് പകരം എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന് മാത്രം ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഗോ ബാക്ക് ടു ഗോഡ്, ഡിപ്പെൻഡ് ഓൺ ഗോഡ്, ട്രസ്റ്റ് ഗോഡ്.